വെളിപ്പാട് പുസ്തക പഠനം പാർട്ട് നമ്പർ 13. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ ചില വിഷയങ്ങളായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ വരവിന് ശേഷം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് 6-ാം അധ്യായത്തിൽ 1-ാം മുദ്ര തുറക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഭൂമിയിൽ മനുഷ്യനെ വഞ്ചിച്ച് കുടികിടപ്പുകാരനായി കിടക്കുന്ന പിശാചിനെ ഭൂമിയിൽ നിന്നും ഭൂമണ്ഡലത്തിൽ നിന്നും ഒഴിപ്പിക്കുന്ന കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് 1-ാം മുദ്ര തുറക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ വരവിങ്കൽ ലോകം എങ്ങനെയായി തീരും എന്നുള്ളത് ലോകത്തിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയുണ്ടായി, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്ന്. ഉപ്പിൻ്റെ ഉപയോഗം പലതാണെങ്കിലും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് വസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ്. ദൈവമക്കൾ ലോകത്തിൻ്റെ ഉപ്പായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിനെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ദൈവമക്കൾ തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ട്, ലോകത്തിൻ്റെ വെളിച്ചമായ ദൈവമക്കളും ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ട് ഭൂമിക്ക് ഒരു കേടും കൂടാതെ ഇന്ന് മുമ്പോട്ട് പോകുകയാണ്. എന്നാൽ ഭൂമിയുടെ ഉപ്പായിരിക്കുന്ന ദൈവമക്കൾ ഈ മാറ്റപ്പെട്ടതിന് ശേഷം ഭൂമിക്ക് കാര്യമായ കേടുപറ്റുന്നതായിട്ടുള്ള കാര്യമാണ് 6-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾ ഭൂമിയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. കാഹളം മുഴങ്ങുമ്പോൾ ഇവർ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ലല്ലോ. ഉദാഹരണം, ഒരു വിമാനം ഓടിക്കുന്ന പൈലറ്റ് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ കാഹളം മുഴങ്ങുമ്പോൾ പൈലറ്റ് അപ്രത്യക്ഷമാകുകയും വിമാനം അപകടത്തിൽപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, ഒരു വിമാനം സുഗമമായ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പൈലറ്റ് മാത്രം പോരാ, വിവിധങ്ങളായ സിഗ്നൽ കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആ ഉത്തരവാദിത്ത പ്രവൃത്തി നടക്കാതെ വരികയും വിമാനം ലക്ഷ്യത്തിലെത്താതെ പാതി വഴിയിൽ തകർന്നു വീഴാനും സാധ്യതയുണ്ട്. വിമാനം മാത്രമല്ല, ട്രെയിൻ സർവീസും അങ്ങനെ തന്നെയാണ്. നിരവധി പേർ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാവാം. ഒരുപക്ഷെ എൻജിൻ ഡ്രൈവർ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ കാഹളം മുഴങ്ങുമ്പോൾ എൻജിൻ ഡ്രൈവർ എടുക്കപ്പെടുകയും ട്രെയിൻ നിയന്ത്രണം വിട്ട് അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തിനേറെ പറയുന്നു, ഞാനും നിങ്ങളും ഇന്ന് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു റോഡിൽ ഒരു സൈക്കിൾ മറ്റൊരു സൈക്കിളിനെ തട്ടിയാൽ 10 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് പേർ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വാഹനം ഓടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു സെക്കൻഡിൽ ഒരു കാഹളം മുഴങ്ങുമ്പോൾ രക്ഷിക്കപ്പെട്ടവരൊക്കെ ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. ആ സാഹചര്യം നമ്മുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കുക. റോഡിൽ വലിയ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരടി പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാകും എന്നതിൽ സംശയമില്ല. അതേതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഭാഗങ്ങളിലല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം ചിന്തിക്കണം. എയർപോർട്ടിൽ നിലവിളി ഉണ്ടാകും, റെയിൽവേ സ്റ്റേഷനിൽ നിലവിളി ഉണ്ടാകും, റോഡുകളിൽ നിലവിളി ഉണ്ടാകും, വീടുകളിൽ നിലവിളി ഉണ്ടാകും. അസ്വസ്ഥത പടർന്നതായ ഒരു അന്തരീക്ഷം, വെളിച്ചം നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ തനിനിറം വെളിപ്പെട്ടു വരാനായിട്ട് പോകുകയാണ്. അങ്ങനെ തന്ത്രപ്രധാന മേഖലകളിൽ നിന്നെല്ലാം വ്യക്തികൾ നഷ്ടപ്പെട്ട് ലോക രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, നേതാക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിൽ ലോകത്തെ രക്ഷിക്കാനായി രംഗപ്രവേശനം ചെയ്യുന്ന വ്യക്തിയായിരിക്കും എതിർക്രിസ്തു. ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും എന്ന്. ആകാശത്തിലെ ശക്തികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകളാകാം എന്ന് വിശ്വസിക്കുന്നു. നാം വിളിക്കുന്ന ഫോൺ സുഗമമായ ഉദ്ദേശത്തിലെത്തണമെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ഉപയോഗം ആവശ്യമാണ്. സാറ്റലൈറ്റുകൾ, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോയി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ നിന്നുപോകും എന്നുള്ളതാണ്. മനുഷ്യന് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനും നിയന്ത്രിക്കാനും കഴിയാത്ത ദയനീയമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കലങ്ങിമറിഞ്ഞ കടൽ പോലെ ലോകമായി തീരുമ്പോൾ, ലോകത്തെ രക്ഷിപ്പാൻ ആരുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ വരുമ്പോൾ,
ആ സമയത്ത് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എതിർ ക്രിസ്തു. ഗോഡ് ബ്ലസ് യു.